ഇത് പഴുത്തതാണ് കേട്ടോ. ഞാൻ നേരത്തെ കണ്ടിട്ടുള്ള മഞ്ഞ പ്രാഷാംപൂട്ടാണ്, ഇപ്പം കണ്ടേക്കുന്നത് പച്ചയാണ്. പ്രാഷാംപൂട്ടിൻ്റെ വള്ളി താഴെ പോയതോടെ കൂടെ തന്നെ എൻ്റെ ഫോണും കൂടെ താഴെ പോയി ടാങ്കിൽ നിന്ന്. ഇപ്പം എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒരു 3ആയിട്ടാണ് കാണുന്നത്, അതായത് എന്നെ 3 കാണുന്നത്. അപ്പം അത് പൊട്ടക്കണ്ണൻ്റെ മാവിൽ എറിയുന്ന പോലെയുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത്. ഈ പ്രാഷാംപൂട്ട് ഞാൻ പറിക്കാൻ നോക്കിയപ്പം ഭയങ്കര കട്ടിയായിരുന്നു. അപ്പോൾ ഫോൺ അതുപോലെ തന്നെ ആ ഒരു ടാങ്കിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാനത് പിന്നെ ഒന്ന് പറിക്കുന്ന വീഡിയോ എടുക്കുക കേട്ടോ. അപ്പോൾ ഷോർട്സിനോട് വേണ്ടിയാട്ടോ ഈ വീഡിയോയിലൊക്കെ എടുക്കുന്നത്. എനിക്ക് കൂടുതലിടാൻ ഇഷ്ടം ഷോർട്സ് വീഡിയോ, അതാകുമ്പോൾ വലിയ പണിയില്ല. ഈ ലോങ് വീഡിയോ ആകുമ്പോഴത്തേനും ഡബ് ചെയ്യണം, എല്ലാം തമ്പനയിൽ കൊടുക്കണം, അതൊക്കെ എന്നെക്കൊണ്ട് പറ്റത്തില്ല. കാരണം ഇച്ചിരി തിരക്കുള്ള സമയമായതുകൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ഞാൻ നോക്കുവാ, അതിലേതാ പറിക്കേണ്ടത് നോക്കുവാണ്. അതിൻ്റെ കൂടുതൽ പിഞ്ച് കൂടെ പോകുന്നത് സങ്കടമായിപ്പോയി. ഇതിലൊരു 3 പഴുത്തമുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്കൊക്കെ ചെയ്ത് ഷെയറൊക്കെ ചെയ്ത് കമൻറ്റൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ആദ്യം ഒരെണ്ണം പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതും ഞാൻ പറിക്കുക. നല്ല കനം കേട്ടോ, നല്ല കട്ടിയാണ് കേട്ടോ ഈ പ്രാഷാംപൂട്ടിൻ്റെ ആ ഒരു തണ്ടിന്. ഇപ്പം ഞാൻ കാണിക്കുന്നത് പ്രാഷാംപൂട്ടിൻ്റെ ഒരു പൂവാട്ടോ. ആ പൂവിൻ്റെ അകത്ത് തന്നെ ഈ പ്രാഷാംപൂട്ടിൻ്റെ കുഞ്ഞു കായുണ്ട്. അപ്പോൾ ഇത് മൊത്തം താഴോട്ട് വന്നതുകൊണ്ട് ഇപ്പോൾ നമ്മളെ ദൃശ്യത്തിൽ ജ്യൂസ് ഊട്ട് ചെയ്യുന്ന സമയം കേട്ടോ. കാരണം ബാക്കിയുള്ള പിഞ്ചെല്ലാം പറിച്ചെടുത്തിട്ട് ഇത് ചേട്ടായി വരുന്നതിന് മുന്നേ ഒന്ന് മാറ്റിക്കളണം, അല്ലെങ്കിൽ ഞാൻ തെറി വെക്കും. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുള്ള ഒരു അമ്പലം കേട്ടോ, വടുതര കല്ലാൽ ഭഗവതി